ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. കടലിനക്കരെ പോണോരെ കാണാ പൊന്നിന് പോണോരെ, കടലിനക്കരെ പോണോരെ കാണാ പൊന്നിന് പോണോരെ, പോയി വരുമ്പോഴെന്തു കൊണ്ടുവരും, കൈ നിറയെ പോയി വരുമ്പോഴെന്തു കൊണ്ടുവരും. 14-ാം രാവിലെ പാലാഴിത്തിരയിലെ മത്സ്യകന്യകമാരുടെ മാണിക്യ കല്ലു തരാമോ? ഓഹോ ചന്ദനത്തോണിയേറി പോണോരേ നിങ്ങൾ പോയി 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 വരുമ്പോൾ, ചന്ദനത്തോണിയേറി പോണോരേ നിങ്ങൾ പോയി 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 വരുമ്പോൾ, ജിനുള്ളിൽ നീയാണ് കണ്ണിൻ മുന്നിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ ഫാത്തിമ. നെഞ്ചിനുള്ളിൽ നീയാണ് കണ്ണിൻ മുന്നിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ ഫാത്തിമ. നെഞ്ചിനുള്ളിൽ നീയാണ് കണ്ണിൻ മുന്നിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ ഫാത്തിമ. മാന്യ പ്രേക്ഷകർക്ക് പ്രതികാരം പരിപാടിയിലേക്ക് സ്വാഗതം. വായനക്കാർ നിരവധി കത്തുകൾ ഈ പരിപാടിയെ കുറിച്ച് അഭിപ്രായങ്ങൾ എഴുതി അയക്കുന്നുണ്ട്. ആദ്യത്തെ കത്ത് വായിക്കൂ. ആദ്യത്തെ കത്ത് ജന്തുസ്ഥാനിൽ നിന്നും ഇന്ദു ബിന്ദു ജന്തു ഗിന്ദു ഗിന്ദു എന്നിവരുടെ കത്താണ്. എന്താണ് ജന്തുസ്ഥാനിൽ നിന്നുള്ളവരുടെ ചോദ്യം? കഴിഞ്ഞ വെള്ളിയാഴ്ച സംപ്രേക്ഷേപണം ചെയ്ത മലയാള സിനിമ 10 പ്രാവശ്യമായിട്ടാണ് കാണിച്ചത്. എന്തുകൊണ്ടാണ് സിനിമ 10 പ്രാവശ്യമായിട്ട് കാണിച്ചത്? അങ്ങനെ കാണിച്ചത് കൊണ്ട് അതിന്റെ കഥാസാരം മനസ്സിലായില്ല എന്നവരാണ് അവരൊക്കെ പറഞ്ഞിരിക്കുന്നത്. വളരെ ശരിയാണ്. കഴിഞ്ഞ ഞായറാഴ്ച പ്രക്ഷേപണം ചെയ്ത മലയാള ചലച്ചിത്രം ഞങ്ങൾ 10 പ്രാവശ്യമായിട്ടാണ് പ്രക്ഷേപണം ചെയ്തത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ആ ചിത്രം നിർമ്മിച്ചത് ഒരു ഇൻസ്റ്റാൾമെന്റുകാരനായിരുന്നു. അതുകൊണ്ടാണ് 10 പ്രാവശ്യമായിട്ട് പ്രക്ഷേപണം ചെയ്തത്. അടുത്ത ആഴ്ചത്തെ ചിത്രം നിങ്ങൾക്ക് ഒറ്റയടിക്ക് കാണാം. അത് ചിത്രം നിർമ്മിച്ചത് ഒരു ഹോൾസെയിലുകാരനാണ്. അടുത്ത കത്ത് വായിക്കും. അടുത്ത കത്ത് കാവാലത്ത് നിന്നും രാജൻ, കൃഷ്ണൻ, പ്രകാശൻ, രഘു, ജനാർദ്ദനൻ എന്നിവരുടെ കത്താണ്. എന്താണ് കാവാലത്ത് നിന്നും ഇവരുടെയൊക്കെ ചോദ്യങ്ങൾ? കഴിഞ്ഞ വെള്ളിയാഴ്ച വാർത്ത വായിക്കുന്നതിനിടയില് ഡ്രംസ് കൊട്ടുന്ന പോലുള്ള ശബ്ദം കേട്ടു. അത് ഡ്രംസിന്റെ ശബ്ദം കേൾപ്പിച്ചതാണോ അതോ അറിയാതെ കയറി വന്നതാണോ എന്നാണ് അവര് ചോദിച്ചിരിക്കുന്നത്. എന്നാണ് നമ്മൾ ആ വാർത്ത പ്രക്ഷേപണം ചെയ്തത്? കഴിഞ്ഞ വെള്ളിയാഴ്ച. മാന്യ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് വളരെ ഉചിതമായൊരു ചോദ്യമാണ്, വളരെ സത്യസന്ധമായൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച വാർത്ത വായിച്ചപ്പോൾ ഞങ്ങൾ ഡ്രംസ് കൊട്ടുന്ന ശബ്ദം കേൾപ്പിച്ചതല്ല. അന്ന് ആദ്യമായി വാർത്ത വായിച്ച അന്നാമ്മയുടെ ചങ്കിടിച്ച ശബ്ദമാണ് കേട്ടത്. ഇനി അന്നാമ്മയോട് പതുക്കെ ചങ്കിടിപ്പിക്കാൻ പറയാം. അടുത്ത കത്ത് വായിക്കും. അടുത്ത കത്ത് OPRM ഫുൾ 1 സൽസ പൈന്റ് 2 മുട്ട ബുൾസൈ 4 ഓംലെറ്റ് 2.
ഇതൊക്കെ എടുത്ത് വായിക്കാൻ പറഞ്ഞ ഞാൻ. എന്താ അടുത്ത കത്ത് വായിക്കൂ. അടുത്ത കത്ത് ഒരു അഭിനന്ദന കത്താണ്. അഭിനന്ദന കത്താണോ? അതെ, വായിക്കൂ. കുന്നേൽ നിന്നും സോജ, അച്ചു, സൗമ്യ, ലഖ, പൊന്നു എന്നിവരുടെ കത്താണ്. എന്താണ് ഇവരുടെയൊക്കെ ചോദ്യങ്ങൾ? കഴിഞ്ഞ ഞായറാഴ്ച സംപ്രക്ഷേപണം ചെയ്ത യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിപാടി, ഞായറാഴ്ച പ്രക്ഷേപണം ചെയ്തു. അതെ, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിപാടി വളരെ 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 നന്നായിരിക്കുന്നു എന്നാണ് അവരെഴുതി അറിയിച്ചിരിക്കുന്നത്. മാന്യ പ്രേക്ഷകർ അഭിനന്ദനങ്ങൾ അറിയിച്ചതിൽ വളരെ സന്തോഷം. കഴിഞ്ഞ ഞായറാഴ്ച എന്നാണ് നമ്മൾ പ്രക്ഷേപണം ചെയ്തത്? കഴിഞ്ഞ ഞായറാഴ്ച. എത്ര മണിക്ക്? രാത്രി 7 മണിക്ക്. മാന്യ പ്രേക്ഷകൻ ക്ഷമിക്കണം, അന്ന് ഞങ്ങൾ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഡോക്യുമെന്ററി അല്ല പ്രക്ഷേപണം ചെയ്തത്. ചലച്ചിത്ര താരം ബാബു ആന്റണിയുടെ ആത്മകഥ ഞങ്ങൾ പ്രക്ഷേപണം ചെയ്തതാണ്. തെറ്റിദ്ധരിച്ചതിൽ ഖേദിക്കുന്നു. അടുത്ത കത്ത് വായിക്കൂ. എന്താ വരുന്നേ? എന്താ ആരണ്ട് വരുന്നു കേട്ടോ. എന്തുവാ ഇതൊക്കെ കുറച്ച് മര്യാദ വേണ്ടേ? മാന്യ പ്രേക്ഷകർ ക്ഷമിക്കണം, പരിപാടിക്കിടയിൽ തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു. അടുത്ത കത്ത് വായിക്കും. അടുത്ത കത്ത് മുള്ളംകുഴിയിൽ നിന്നും ഭാസ്കരൻ, നിഷ്കരൻ, തഷ്കരൻ, പുഷ്കരൻ, കുഷ്കരൻ, കഷ്കരൻ എന്നിവരുടെ കത്താണ്. എന്താണ് മുള്ളംകുഴിയിലെ ചെറുപ്പക്കാരുടെ ആവശ്യങ്ങൾ? കഴിഞ്ഞ വ്യാഴാഴ്ച വൈകുന്നേരം 7 മണിക്ക് സംപ്രക്ഷേപണം ചെയ്ത ഗുസ്തി മത്സരം വളരെ നന്നായിരുന്നു എന്നാണ് അവരെഴുതി അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ എന്നാണ്? കഴിഞ്ഞ വ്യാഴാഴ്ച. അതെ, അവരുടെ സംശയം ഇതാണ്, ആ ഗുസ്തി മത്സരത്തിൽ പങ്കെടുത്തത് ഏത് ടീമാണ്, ഏതൊക്കെ സ്ഥലക്കാരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാന്യ പ്രേക്ഷകർ ചോദിച്ചിരിക്കുന്നത് വളരെ സത്യസന്ധവും ഉചിതമായ ചോദ്യമാണ്. ഞങ്ങൾ വ്യാഴാഴ്ച എന്നാണ്, എത്ര മണിക്കാണ്? രാവിലെ 7 മണിക്ക്, വൈകുന്നേരം 7 മണിക്ക് പ്രക്ഷേപണം ചെയ്തത് ഗുസ്തി മത്സരം അല്ലായിരുന്നു, നിയമസഭാ സമ്മേളനം അറിയാതെ പ്രക്ഷേപണം ചെയ്തു പോയത്. മാന്യ പ്രേക്ഷകർ തെറ്റിദ്ധരിച്ചാൽ ഖേദിക്കുന്നു. അടുത്ത കത്ത് വായിക്കും. അടുത്ത കത്ത് പിന്നെ അട്ടപ്പാടിയിൽ നിന്നും കുറച്ച് പോലീസുകാരുടെ കത്താണ്. അട്ടപ്പാടിയിലെ പോലീസുകാർക്കും സംശയങ്ങൾ? അതെ, അവർ ചോദിച്ചിരിക്കുന്നത് ദിവസവും രാത്രി സംപ്രേഷണം ചെയ്യുന്നത് 10 മണിക്ക് സംപ്രേഷണം ചെയ്യുന്ന കഥകളി പദം രാവിലെ 10 മണി മുതൽ ആക്കിയാൽ പോരെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാന്യ പോലീസുകാർക്ക് വേണ്ടി ഞങ്ങൾ അത് പ്രക്ഷേപണം ചെയ്യാൻ ശ്രമിക്കാം. എന്താണ് അങ്ങനെ ചോദിക്കാൻ കാരണം? അവരിപ്പോ ചോദിച്ചിരിക്കുന്നത് ഇത് രാവിലെ 10 മണി ആക്കിയാലേ ഇതിന്റെ താളത്തിനൊത്തം പ്രതികളെ അവർക്ക് തല്ലാമല്ലോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായാലും മാന്യ പോലീസുകാരുടെ ആവശ്യം കാണിച്ച് ഞങ്ങളത് പരിഗണിച്ച് കഥകളി പദം കൃത്യം 10 മണിക്ക് തന്നെ ആക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. അടുത്ത കത്ത് വായിക്കും. അടുത്ത കത്ത് ആരുടെയാണ് ഈ വൃത്തിയായിട്ട കൈ? ഒരു കുന്തം പോലും വായിക്കാൻ പറ്റുന്നില്ലല്ലോ. എന്താ ഒന്നും വായിക്കാൻ പറ്റുന്നില്ലല്ലോ. നോക്കട്ടെ, ഇങ്ങനെയുണ്ടോ മോശം കൈ? അടുത്ത കത്ത്, എടി വൃത്തികെട്ടവളെ, നീ ഷൂട്ടിങ്ങിനാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എത്ര ദിവസമായി? പടിഞ്ഞാറേതിലെ മാതിരിയുടെ ചുരിദാർ കൊടുത്തു. വടക്കേതിലെ ശാന്തനാണെങ്കിൽ വിറകിന്റെ കാശ് ചോദിച്ച് ഡെയിലി വീട്ടിൽ വരും. പടിഞ്ഞാറക്കടയിലെ കാർത്തികന്റെ പറ്റ് കാശ് കൊടുത്തില്ല എന്നും പറഞ്ഞ് ദിവസവും പരാതി പറയും. പാണ്ടിക്കാരുടെ ശല്യം കാരണം കട്ടിലിനടിയിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങാനേ പറ്റുന്നില്ല. മര്യാദയ്ക്ക് ഷൂട്ടിംഗ് നിർത്തി വീട്ടിലോട്ട് വന്നാണമെന്ന് നിന്റെ അച്ഛൻ. കത്തൊക്കെ വായിക്കുന്നത് ഇതൊക്കെ ഇങ്ങോട്ട് അയച്ചാൽ പിന്നെ വായിക്കാതിരിക്കാൻ ഒക്കുവോ? അടുത്ത കത്ത് വായിക്കട്ടെ. വായിക്കൂ. അടുത്ത കത്ത് ഒരു സ്ഥാനാർത്ഥിയുടെ കത്താണ്. ഒരു സങ്കടം തീർക്കുവാൻ വേണ്ടിയാണ് ഈ കത്ത് എഴുതിയിരിക്കുന്നത്. എന്താണ്? അത് തന്റെ മണ്ഡലത്തിലെ ഒരു സ്ഥാനാർത്ഥിയാണ് ഈ കക്ഷി. എന്താണ് ചോദ്യം? അതായത് തന്റെ എതിർ സ്ഥാനാർത്ഥിയുടെ ചിഹ്നം കുടയാണ്. അതുകൊണ്ട് എതിർ സ്ഥാനാർത്ഥി എല്ലാ വീടുകളിലും കയറി ഇറങ്ങി കുട വിതരണം ചെയ്യുന്നു. അതുകൊണ്ട് താൻ ഭയങ്കര സങ്കടത്തിലാണെന്നാണ് പുള്ളി അറിയിച്ചിരിക്കുന്നത്. എതിർ സ്ഥാനാർത്ഥിയുടെ ചിഹ്നം കുടയാണ്, സ്ഥാനാർത്ഥി എല്ലാ വീടുകളിലും കയറി ഇറങ്ങുന്നു, കുട കൊടുക്കുന്നു. അതിരിക്കട്ടെ, നമ്മുടെ ഈ കത്തയച്ചിരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ ചിഹ്നം എന്താണ്? പുള്ളിക്കാരന്റെ ചിഹ്നം കഴുതയാണെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ മാന്യ സ്ഥാനാർത്ഥി ഒറ്റ കാര്യം ചെയ്താൽ മതി, കുട വിതരണം ചെയ്യണ്ട, എല്ലാ വീടുകളിലും തന്നെ ഒന്ന് കയറി ഇറങ്ങിയാൽ മതി, വോട്ട് കിട്ടിക്കോളും. അടുത്ത കത്ത് വായിക്കും. അടുത്ത കത്ത് ഞാനിത് എങ്ങനെ വായിക്കും? എന്താ വായിക്കാത്ത? എനിക്ക് നാണമാ. വായിക്കുന്നേ എനിക്ക് ലങ്ങയാന്ന് പറഞ്ഞില്ലയോ? അങ്ങനൊന്നും പറയരുത്, നാട്ടുകാർ കണ്ടോണ്ടിരിക്കുക. വായിക്കും. അടുത്ത കത്ത് സ്ഥിരമായി പ്രതികരണം പരിപാടിയിൽ മറുപടി പറയാറുള്ള ചേട്ടനും ചേച്ചിയും തമ്മില്. എനിക്ക് വയ്യ. ചേട്ടനും ചേച്ചിയും തമ്മില് ഞാൻ എങ്ങനെ ചേട്ടൻ ഇത് വായിക്കുന്നേ? ചേട്ടനും ചേച്ചിയും തമ്മില്. ചേട്ടനും ചേച്ചിയും തമ്മിൽ പ്രേമത്തിലാണോ എന്ന്? ആന്നോ? എന്തായാലും മാന്യ പ്രേക്ഷകൻ, ഞാൻ വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഇതുപോലുള്ള നിരവധി കത്തുകൾ അയക്കണം, കാരണം ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് വീണ്ടും എനിക്ക് ഈ പ്രോഗ്രാം അവതരിപ്പിക്കാനുള്ള ആവേശം നൽകും. എന്തായാലും ചോദ്യം ചോദിച്ചതിന് അഭിനന്ദനങ്ങൾ. ഇത്രയും നാൾ അടുത്തിരുന്ന വാർത്ത വായിച്ച് എനിക്ക് അങ്ങോട്ട് അടുപ്പമുണ്ട്.
ഇങ്ങോട്ട് എങ്ങനെയാന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഇങ്ങോട്ടുള്ള അടുപ്പം എങ്ങനെയാണെന്നതിനെ കുറിച്ചുള്ള തത്സമയ സംപ്രേഷണം നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. ഇപ്പൊ മനസ്സിലായില്ല ഇങ്ങോട്ടുള്ള അടുപ്പം എങ്ങനെയാണെന്ന്. ദൈവം ഇതിനുള്ള കഥയല്ല അയക്കരുത്. നമസ്കാരം. एक मैं और एक तू है और हवा में जादू है आरज़ू बेकाबू है समझो सारे बात बाकी वक्त का क्या भरोसा बन के पानी बह जाए कल अगर ना मिल पाए रह न जाए बात बाकी one time when you're not a two time इश्क तो गले से लगा ले